ഇന്ന് രാവിലെ, ഇന്ന് ശനിയാഴ്ചയല്ലേ, അപ്പോൾ രാവിലെ ഞാൻ തൊട്ടടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. ഞാൻ പറയാറുണ്ടല്ലോ, എള്ളുതിരിയൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അടുത്ത ബന്ധുവിനെ കണ്ടു. എന്നോട് മിണ്ടാറൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ തമ്മിൽ അത്ര ഇതല്ല, എന്താണെന്ന് എനിക്കറിയില്ല. എന്നെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. എൻ്റെ ഹസ്ബൻഡിനോട് ദേഷ്യമാണ്, എൻ്റെ മോളോട് ദേഷ്യമാണ്. എന്നോടാണ് കൂടുതൽ ദേഷ്യം തോന്നും, എന്നോടും മോളോടും. എന്നാൽ ഹസ്ബൻഡിനോട് അങ്ങനെ ദേഷ്യം എനിക്ക് തോന്നണില്ല. അപ്പോൾ ആരാണ് എന്ത് ബന്ധമാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ യാദൃച്ഛികമായിട്ട് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ മോള് വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ വീഡിയോ പറഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് തോന്നി, എന്നാൽ ഒന്ന് അവിടെ പോയാലോ, നമ്മളായിട്ട് താന്നു കൊടുക്കാം അല്ലേ. എല്ലാത്തിലും നമ്മൾ പറയാറില്ലേ, എല്ലാത്തിലും എല്ലാം തികഞ്ഞതല്ല നമ്മൾ പലതരത്തിലും നമുക്ക് ഓരോ ദൂഷ്യങ്ങളുണ്ടാവും. നമുക്ക് നമ്മുടെ എന്താ പറയുക, മനുഷ്യ മനസ്സല്ലേ, പലതരത്തിലുള്ള വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രതികരിച്ചു പോകും അല്ലേ. അതുപോലെ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഈ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ 50-55 വയസ്സ് വരെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ തരണം ചെയ്താണ് മുന്നോട്ട് പോയേക്കുന്നത്. അല്ലാതെ എല്ലാവരും എന്നെ തലയിൽ കയറ്റി വെച്ച് കൊഞ്ചിച്ച് ലാളിച്ചെന്നോ അല്ലെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും തന്നു വളർത്തിയെന്നൊന്നും ഞാൻ പറയില്ല. കാരണം എനിക്ക് അഭിമാനത്തോടെ ഞാൻ പറയാം, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് വളർന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ആ ബന്ധുവിനെ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി, ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നടയിൽ തന്നെ വെച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന് വൈകുന്നേരം ഞാൻ മോളെയും കൊണ്ട് വീട്ടിലേക്ക് വരട്ടെ. ഉടനെ പറഞ്ഞു, വേണ്ട, ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും വരണ്ടെന്ന്. അപ്പോൾ എന്ത് പറയണു നിങ്ങൾ മറുപടി? നിങ്ങളുടെ ഭാഗത്ത് നിന്നാണ് നിങ്ങൾ എന്ത് പറയും ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ? ഞാൻ ശരി എന്നും പറഞ്ഞിട്ട് പോന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നേരം കരഞ്ഞു. വീട്ടിൽ വന്നിട്ട് അമ്പലത്തിൽ വെച്ച് തന്നെ എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞ് വന്നിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മൾ ബോൾഡായിട്ട് നിൽക്കണ്ടേ. അങ്ങനെ നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ ഒന്നുമില്ലാത്ത വെറും ശൂന്യമായിട്ട് നിന്നാൽ ശരിയാവോ? നമ്മൾ ആരോടും, ഞാൻ പറയാറുണ്ടല്ലോ, നമ്മൾ ആരോടും കൈ നീട്ടാൻ പോകരുത്, ആരോടും 10 പൈസ പോലും ചോദിക്കാൻ പോകരുത്. അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുക, ഞാൻ പറയാറില്ലേ, അതുപോലെ തന്നെയാണ് ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും നമ്മളെ ചിലവരിങ്ങനെ അകറ്റി നിർത്തുമ്പോൾ നമുക്ക് തോന്നും, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യണത്? ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ കേട്ടോ. ഇന്നത്തെ ഞാനൊരു സംഭവം ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണു എല്ലാവരും? എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ സമയദോഷമായിരിക്കാം അത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സമയദോഷം വരുമ്പോൾ നമ്മളെ ഏതോ ഒരു ഇതിൽ കലാഭവമണി പറയേണ്ടല്ലോ, ഓട്ടോറിക്ഷ പിടിച്ചെങ്കിലും വരും എന്ന് പറയണ പോലെ നമ്മുടെ സമയദോഷം വരുമ്പോൾ നമ്മുടെ കഷ്ടകാലം നമ്മളെ തേടി ഇങ്ങ് എത്തുമെന്ന് പറയില്ലേ. അത്രയും ഞാൻ ചിന്തിക്കണുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നി, ഞാൻ ഇപ്പോൾ 2-3 ദിവസമായിട്ട് കുറച്ച് നാമം ചൊല്ലൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു തലവേദന രാവിലെ തന്നെ. അപ്പോൾ എനിക്ക് എണീക്കാൻ പറ്റണില്ല. പിന്നെ ചൂട്, പിന്നെ ട്യൂഷൻ്റെ കുട്ടികൾ, പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ കുറച്ച് മൈഗ്രെയിൻ പോലെ തലവേദനകളാനും കുറച്ച് പ്രാർത്ഥന എനിക്കിത്തിരി കുറവുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ കുറവാണോന്ന് എൻ്റെ മനസ്സ് ചഞ്ചലപ്പെടുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മനുഷ്യ മനസ്സുകളാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. നമ്മൾ എന്താണോ ഉൾക്കൊള്ളണത് അതായിരിക്കും നമുക്ക് വരുന്നത്, ഇങ്ങനെയൊക്കെ ഞാൻ പറയാറില്ലേ. പക്ഷേ എനിക്ക് തോന്നി, ഞാൻ 2-3 ദിവസം അടുപ്പിച്ച് പ്രാർത്ഥിച്ചില്ല, അതിൻ്റെ ആയിരിക്കുമോ. എന്നാലും ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാലും, ഞാൻ ആ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കണതിൻ്റെ ഒരു ഗുണം എനിക്ക് കിട്ടാറില്ല ബാക്കിയുള്ള സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോട് പറയണമെന്ന്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, പ്രാർത്ഥന നമ്മൾ കൈവിടരുത് കേട്ടോ. നിരന്തരമായ പ്രാർത്ഥന നമുക്കുണ്ടോ, നമുക്ക് എവിടെയും വിജയിച്ച് മുന്നോട്ട് പോകാം. ഇതുപോലുള്ള ചില നമ്മളുടെ ഇങ്ങനത്തെയുള്ള കുറേ സിറ്റുവേഷനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ തോന്നലാണോ എന്ന് അറിയില്ല. ഞാനപ്പോൾ അത് ഇന്നത്തെ എൻ്റെ ഒരു അനുഭവം നിങ്ങളിലൂടെ പങ്കുവയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ചില അവസരങ്ങളിൽ നമുക്ക് ചിലവരുടെ സ്വഭാവമൊക്കെ ദൈവം കാണിച്ചു തരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഗുണമാണത്. ചിലവർ പറയും അതൊക്കെ വിശ്വാസം, അന്ധവിശ്വാസമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയും. പക്ഷേ എൻ്റെ ഈ പ്രായത്തിലുള്ളവർക്ക് കേട്ടോ, നിങ്ങൾക്കൊക്കെ കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ഇതുപോലത്തെ പല സിറ്റുവേഷനും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മൾ എത്രത്തോളം താഴുന്നുവോ അത്രത്തോളം നമുക്ക് ഉയർച്ച ഉണ്ടാവും എന്നാണ് പറയണത്. നമ്മൾ താഴ്ന്നു പോകുന്നതിലൊരു തെറ്റുമില്ല. കാരണം അപ്പോൾ നമ്മളെ താഴ്ത്തുന്നവൻ, ബാക്കി ഞാൻ പറയണില്ല, നമ്മൾ ഇന്ന് താഴ്ന്നിരിക്കുക. മറ്റുള്ളവൻ്റെ മുമ്പിൽ നമ്മൾ കുറച്ച് താഴ്ന്നിരിക്കുക, അവർ ഉയർന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഓർത്താൽ ഞാൻ മനസ്സിലാക്കിയത് എന്താ അറിയാമോ, എനിക്ക് അവരോട് ചോദിക്കാൻ തോന്നിയത് നന്നായി. കാരണം ഞാൻ വരട്ടെ, നിങ്ങളുടെ വീട്ടിലേക്ക് വൈകുന്നേരം വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ ഞങ്ങളെ അകത്ത് കയറ്റുമോ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവർ നോ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാനത് ചോദിക്കാതെ വൈകുന്നേരം നേരെ ഞാൻ പോയിരുന്നെങ്കിൽ അപമാനപ്പെട്ട് തിരിച്ചു വരേണ്ടി വരില്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയല്ലേ അവിടെ ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ദൈവം കാണിച്ചു തന്നാലേ എനിക്കങ്ങനെ ചോദിക്കാൻ.
കാരണം അതുവരെ ഞാനും മിണ്ടാറില്ല, അവരെ എന്നോട് മിണ്ടാറില്ല. പക്ഷേ എനിക്കെന്തോ പെട്ടെന്ന് അങ്ങനെ ചോദിക്കാൻ തോന്നിയത് ആ ഒരു അയ്യപ്പൻ്റെ നടയിൽ വെച്ച് തന്നെ എനിക്കങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ ആ അയ്യപ്പൻ്റെ അനുഗ്രഹം തന്നെയല്ലേ, നമുക്ക് അങ്ങനെ ചിന്തിക്കാം അല്ലേ. രണ്ട് ഭാഗമുണ്ട്. കാരണം നമ്മളൊരു പക്ഷേ അവരുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ അപമാനിച്ച് അവർ നമ്മളെ അകത്ത് കയറ്റിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചീത്ത പറഞ്ഞ് നമ്മൾ പുറത്താക്കുമ്പോൾ വളരെയധികം നമുക്ക് ഫേസ് ചെയ്യാൻ ഭയങ്കര വിഷമമായിരിക്കും. നമ്മളൊക്കെ അങ്ങനെ തൊട്ടവാടി പോലെ ചിലപ്പോൾ കരഞ്ഞൊന്നും വരും. പക്ഷെ അതിന് മുമ്പേ ദൈവം കാണിച്ചെന്ന് നീ ചോദിക്കുകയും വരട്ടെ ചോദിക്കുകയും. ഇപ്പം എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റില്ലല്ലോ, ശരിയല്ലേ. നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ചോദിക്കേണ്ടത്, ചിലപ്പോൾ നമ്മൾ ഫോൺ ചെയ്ത് ചോദിക്കും അല്ലേ, നിങ്ങൾ വീട്ടിലുണ്ടാവുമോ, വൈകുന്നേരം വരട്ടെ. അപ്പോൾ അവരില്ലെങ്കിൽ ഇല്ല എന്ന് പറയും, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. അതുപോലെ തന്നെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് രണ്ട് ഭാഗവും ഞാൻ നോക്കുക കേട്ടോ. ഒന്നുകിൽ ഞാൻ എൻ്റെ 2-3 ദിവസത്തെ നാമം ചൊല്ലലിൻ്റെ കൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് വന്നത്. അല്ലെങ്കിൽ ദൈവം കാണിച്ച് തന്നു, നീ ചോദിച്ചു നോക്ക്. അവിടെ ചെന്ന് അപമാനപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വെച്ച് ഒരാളല്ലേ അപമാനിക്കപ്പെടണുള്ളൂ. അപ്പം ഞാൻ മാത്രമല്ലേ വിഷമിച്ചോളൂ, ബാക്കിയുള്ളവരൊന്നും വിഷമിക്കണില്ലോ കൂടെയുള്ളവർ. ഇതങ്ങനെയും ചിന്തിക്കാം, ശരിയല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാനപ്പോൾ ഒരു ത്രാസിൽ രണ്ടും കൂടി വെച്ച് ഇങ്ങനെ പരീക്ഷിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി, രാത്രിയായപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോൾ തോന്നി, എന്നാൽ ഇതൊരു വീഡിയോ എടുത്താലോ എന്ന്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ പറ്റുമെങ്കിൽ ഇട്ടോ, ഇല്ലെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്കൊന്ന് എൻ്റെ മനസ്സിൻ്റെ സമാധാനം അതെനിക്കത് പുറത്തേക്ക് പറയണം. ഇത് അത്രയും ഞാനിപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ പറയണത്. കുറച്ചൊക്കെ എൻ്റെ അനുഭവങ്ങളാണ്, 3/4 ഭാഗം എൻ്റെ അനുഭവം തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. പിന്നെ കുറച്ച് ഭാഗം എന്താ പറയുക, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന അറിവുകൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് കുറച്ച് ലേറ്റായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കാരണം ഇത് നാളത്തേക്ക് വെച്ചുകൊണ്ടിരിക്കാൻ വയ്യ, ഇന്ന് തന്നെ എനിക്കത് ഒന്ന് പറയണം തോന്നി, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.